ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പുറത്തേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോകുന്നുണ്ട്. ജാംജൂമുക്ക് വീട്ടിലത്തെ എല്ലാ സാധനങ്ങളും മിക്കതൊക്കെ തീർന്നു വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ ചെറുതായിട്ട് ആപ്പ് കണ്ടെത്തിയിരിക്കുന്നുണ്ട്. അതിലാണ് ഞങ്ങൾ ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കുന്നുള്ളത്. ബാക്കി സാധനങ്ങളൊന്നും നോക്കാറില്ല. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ നോക്കിയപ്പോഴാണ് എല്ലാവരും തീർന്നു വന്നിട്ടുണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ കിച്ചണിക്ക് ആവശ്യമുള്ള സാധനങ്ങളും മറ്റേ ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയാണ് ജാംജൂമുക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂം ഇതാണ് ഗൈസ്. ഇത് അമ്മ സൂററ്റിക്ക് പോയി വന്നപ്പോൾ ഞാൻ ഷോർട്ട് കുർത്താസ് കുറേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു ഷോർട്ട് കുർത്തയാണിത്. ഇനിയും ഷോർട്ട് കുർത്താസ് ഉണ്ട്. മറ്റേ ഷെയ്ഡാമാൻ നോമ്പുതർക്കൊക്കെ ഇന്നെ കണ്ടിട്ടുണ്ടാകും ഷോർട്ട് കുർത്തയിൽ. ഇപ്പോൾ ഞാൻ ഇങ്ങനത്തെ കോസ്റ്റ്യൂം മാത്രമേ ഇടാറുള്ളൂ. നല്ല സുഖം ഇടാൻ, പ്രത്യേകിച്ച് യാതൊരു ഡിസ്കംഫർട്ടിലല്ല, കംഫർട്ടബിളായിട്ട് നടക്കാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ ആദ്യം ഗെറ്റ് റെഡി വിത്ത് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് ജാംജൂമിലേക്ക് സാധനം മേടിക്കാൻ പോവാം. പ്രത്യേകിച്ച് ഒന്നും മുഖത്ത് തേക്കാല്ല, ആദ്യം ജസ്റ്റ് സൺസ്ക്രീൻ തേക്കാം കേട്ടോ. ആക്ച്വലി ഞാൻ പണ്ടൊക്കെ പുറത്തിറങ്ങുന്ന സമയത്ത് മുഖത്ത് വല്ല പൗഡർ ഇടുക അല്ലെങ്കിൽ മുഖം കഴുകിയിട്ട് നേരെ കൊണ്ട് ഇറങ്ങി പോകാറുണ്ട് എൻ്റെ പണി. പക്ഷെ ഇപ്പോൾ ഞാൻ ഏവിയേഷന് പഠിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഒരു സൺസ്ക്രീനെങ്കിലും തേക്കാൻ തുടങ്ങിയത് കേട്ടോ. ലിപ്സ്റ്റിക്ക് ഇല്ലാതെ ഇപ്പോൾ പിന്നെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാറില്ല, അതുകൊണ്ട് ലിപ്സ്റ്റിക്ക് യൂസ് ആകും. അപ്പോൾ എൻ്റെ സ്കിന്ന് കുറച്ച് ഓയിലി ആയ കാരണം കൊണ്ട് എനിക്ക് എല്ലാ സൺസ്ക്രീനും പറ്റാറില്ല കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റിയ കുറച്ച് സൺസ്ക്രീനുകളുണ്ട്, അത് യൂസ് ചെയ്ത് അധികം വേർപ്പ് അല്ലെങ്കിൽ ഓയിലി ഫീൽ വരെ ഒന്നും ചെയ്യില്ല കേട്ടോ. അത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏത് ലിപ്സ്റ്റിക്കാണ് യൂസ് ആക്കാമെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഏത് ലിപ്സ്റ്റിക്കാണ് യൂസ് ആക്കാൻ. ഒരു ലിപ്സ്റ്റിക്ക് അങ്ങോട്ട് കാണിക്കാൻ വയ്ക്കൂല. ഞാൻ 2-3 ലിപ്സ്റ്റിക്ക് മിക്സ് ആക്കിയിട്ടാണ് തേക്കാറ്. ഇപ്പോൾ ഞാൻ 2 ലിപ്സ്റ്റിക്ക് മിക്സ് ആക്കിയിട്ടാണ് തേക്കണം കേട്ടോ. ഞാൻ മിക്കവാറും ഡാസ്ലറിൻ്റെ 2-3 ന്യൂഡ് ഷെയ്ഡുകളുണ്ട്, അത് ഏറെക്കുറെ ഞാൻ യൂസ് ആക്കാറുണ്ട്. അതിൻ്റെ മേലെ ഞാൻ റെഡ് ഷെയ്ഡും കൂടി ആഡ് ചെയ്യട്ടോ. എനിക്ക് കുറച്ചും കൂടി ഡാർക്ക് ബ്രൗണി ഷെയ്ഡാണ് വേണ്ടത്. അങ്ങനത്തെ ഒരു ലിപ്സ്റ്റിക്ക് എനിക്ക് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ എപ്പോഴും പുറത്ത് പോകുന്ന സമയത്ത് അങ്ങനെ ലിപ്സ്റ്റിക്ക് കണ്ടെത്തണം, എന്നിട്ട് ആ ഒരു ലിപ്സ്റ്റിക്ക് മാത്രം എനിക്ക് യൂസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം ഞാൻ ഒരു റെഡും ഒരു ന്യൂഡ് ഷെയ്ഡും മിക്സ് ആക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. മേക്കപ്പ് ഇത്രയേ ഉള്ളൂ, സൺസ്ക്രീൻ, ലിപ്സ്റ്റിക്ക് മാത്രം. ഇനി അടുത്ത നമുക്ക് വാച്ച് കെട്ടാം. നമുക്ക് ഹെയർ സെറ്റാക്കിയിട്ട് വരാം. ഹെയർ സെറ്റാക്കാൻ വേണ്ടി എനിക്ക് മിററിന് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് മുടി സെറ്റാക്കിയിട്ട് ഇങ്ങോട്ട് വരാം. അപ്പോൾ ഞാൻ എൻ്റെ മുടി നേരാക്കി വരാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ വേറെ ഞാൻ ഇവർക്കൊക്കെ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞു. എനിക്ക് സായിമോൻക്കൊക്കെ ഡ്രസ്സ് എടുത്തു. അമ്മക്കന്ന് ഡ്രസ്സ് എടുക്കാൻ നോക്കിയിട്ടൊന്നുമല്ല. ഞാൻ എപ്പോഴും ഇവർക്ക് ഡ്രസ്സൊക്കെ ഒപ്പിച്ചിട്ടുള്ളൂ. ഞാൻ നല്ലൊരു അമ്മയാണ്. അതെ, എന്തായാലും അപ്പൊ ജാംജൂമിൽ പോകണം. സംഗതി എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഞാൻ ഡ്രസ്സ് എടുക്കാത്തത് ഞാൻ എനിക്ക് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് അടിക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അന്ന് തീരെ സമയം ഉണ്ടായില്ല. അവിടെ ബാങ്ക് കൊടുത്തിട്ട് ആദ്യം മെറ്റീരിയൽ എടുക്കാതെ നേരെ ചൊവ്വേ ചെന്ന് എടുക്കാന്ന് പറഞ്ഞു. പക്ഷെ അമ്മ 2 പ്രാവശ്യം എടുത്ത അതേപോലത്തെ ചുരിദാറുകളുള്ളൂ അവിടെ. പിന്നെ എടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ മെറ്റീരിയൽ എടുത്തിട്ട് അടിക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി പോകാം. യെസ്, അവിടെ നമുക്ക് 1 മണിക്കൂർ പോസ്റ്റായി നിൽക്കാം. അപ്പൊ ഗൈസ്, സായ്മൻ അള്ളാ, ഞാൻ ആദ്യമായിട്ട് പിന്നെ കുട്ടീനെടുക്കണ കാണുന്നത്. സായി കുട്ടിയെ, ഇജോ നീയോ കുട്ടികളൊക്കെ എടുക്കുവോ? കളിഞ്ഞെടുക്കുന്ന മാറ്റിയതാ, വേറൊന്നുമല്ല. ഓ അങ്ങനെ. അപ്പൊ സായ്മോൻ വരില്ല എന്നാ പറഞ്ഞത്. മമ്മ സായ്മോൻ അവിടെ ഇറക്കി നിർത്തും ചെയ്തിക്കണു. യെസ്, അപ്പൊ സായ്മോൻ അവിടെ നിന്ന് കളിക്കും, ഞങ്ങൾ പോയിട്ട് ഇപ്പൊ വരും. അപ്പോൾ ഞങ്ങൾ കുറച്ചായി ജാംജൂമുക്കൊക്കെ പോയിട്ട് കുറേ സാധനങ്ങളുടെ ഇടയിൽ കൂടെ പോയി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കൂടി എടുത്ത് കൊണ്ടുവന്നിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ ജാംജൂമുക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ സോപ്പാണ് കണ്ടത്. ഞങ്ങൾ മേടിക്കുന്ന സോപ്പുകളൊക്കെ പെട്ടെന്ന് അലിയാറില്ല കേട്ടോ, കുറച്ച് കട്ടുള്ള സോപ്പുകൾ മേടിക്കാറ്. അപ്പോൾ മമ്മ പറഞ്ഞു പ്രാവശ്യം കുറച്ച് അലിയണ സോപ്പ് മേടിക്കാം, അതാകുമ്പോൾ പെട്ടെന്ന് തീരുമല്ലോ എന്ന്. അങ്ങനെ സോപ്പൊക്കെ മേടിച്ച് പിന്നെ നമ്മൾ ഡിഷ് വാഷറല്ല, ലിക്വിഡ് നമ്മളെ മെഷീനിക്ക് വയ്ക്കണുണ്ടാവില്ലേ, അങ്ങനെ അത് മേടിക്കാൻ വേണ്ടി പോയപ്പോൾ അമ്മ അതിൽ വില നോക്കിയിട്ട് അതിലേറ്റവും കുറവ് വിലയുള്ള വലിയൊരു ടിന്നെ നോക്കിയെടുത്തിട്ട് പിന്നെ അങ്ങോട്ട് നടക്കുന്നവരും വില കുറവിൽ എന്തൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ ഞങ്ങൾ എടുക്കും. പിന്നെ ഇത് മാത്രമല്ല, മിൽക്ക് മെയ്ഡൊക്കെ ആവശ്യമുള്ള കാര്യമാണ്. നമ്മൾ നോബിന് പെരുന്നാളിന് പായസമൊക്കെ ഉണ്ടാക്കണ്ടേ. പിന്നെ കെച്ചപ്പ് അത്യാവശ്യമാണ്. ഞങ്ങൾ ഇങ്ങനത്തെ കെച്ചപ്പ് മേടിക്കാറ്, അതിൻ്റെ കൂടെ തന്നെ മയോണൈസും മേടിച്ചിട്ടുണ്ട്. അമ്മ പെരുന്നാൾക്ക് പായസം ഉണ്ടാക്കാൻ പാലട മേടിക്കുക. ഇതാ പാലട മിക്സ് പായസം. ആ, അന്ന് ജാസ്യം ഉണ്ടാക്കിയ രസമുണ്ടായിരുന്നില്ലേ? സോറി, എടുക്കുന്നത് നല്ല പോലത്തെ ഒന്നും ഉണ്ടാക്കാം. ഗൈസ്, ഇടക്കൊന്ന് വിശക്കുമ്പോൾ മുക്കി തിന്നാൻ പോലും ബിസ്ക്കറ്റ് ഉണ്ടാവാറില്ല. മേടിച്ചോ, കുറേ മേടിച്ചോ. ആ, എടുക്കാം. ചെറിയ കുപ്പി ഇരിക്കണോ ഇതല്ലേ മേടിക്കാറ്, അതാ മേടിക്കാറ്. അത് അവിടെ പഞ്ചസാര എഴുതിക്കണല്ലോ പഞ്ചസാര.
5 കിലോ ഒക്കെ വേണോ? പല്ലേക്കാത്തോണ്ട് ബ്രഷ് എടുക്കേണ്ട ആവശ്യം വരാറില്ല. അതിൽ ലാഭിക്കാറുണ്ട്. വലിച്ചോ അടിയത്ത് വലിച്ചോ പൊട്ടത്തിയ ഇത്ര പണിയുള്ള അതിനാണ് അരിയിലൊക്കെ പൂത്തി വെച്ചിരിക്കണത്. മന്തി മസാല ഒക്കെ മന്തി മസാല മതാ മന്തി മസാല മന്തി ഉണ്ടാക്കണ്ട ഒരു ദിവസം. പിന്നെ അങ്ങോട്ട് നിരന്ന് പൊടികളിലൂടെ ഒരു ഷോപ്പിംഗ് ആയിരുന്നു. മമ്മ ആവശ്യമുള്ളതും അപ്പോൾ കണ്ടപ്പോൾ ആവശ്യമായിട്ട് തോന്നിയ പൊടികളൊക്കെ എടുത്തിട്ട് ട്രോളിക്ക് എടുത്തിടുന്നുണ്ട്. അതിനുശേഷം പിന്നെ മമ്മ എന്തൊക്കെയൊക്കെയോ എന്നോട് പറയുന്നുണ്ട്. എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല എന്തൊക്കെയാണ് കാര്യമായിട്ട് എന്തൊക്കെയാണ് പറയുന്നത്. പിന്നെ അരി നോക്കുന്ന സമയത്തിൽ ബിരിയാണിൻ്റെ അരി മണലുള്ള അരി ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കാക്ക പലതും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവസാനം ഒരു അരി തിരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ മമ്മ അണ്ടിപ്പരിപ്പ് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു പപ്പടം മസ്റ്റാണെന്ന്. കാരണം കുറേ ആയി പപ്പടം കൂട്ടിയിട്ട്. അപ്പോൾ എനിക്ക് പപ്പടം കൂട്ടാൻ പൂതിയിട്ട് പപ്പടം മേടിച്ചു. പിന്നെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റേ ചെറിയ ചെറിയ സാധനം ഉണ്ടാവില്ലേ, വെളുത്തുള്ളി, ഇഞ്ചി, അങ്ങനത്തെ ഓരോ സാധനങ്ങൾ മേടിക്കാൻ കേട്ടോ. കണ്ണാടി കണ്ടാൽ പിന്നെ നമ്മളൊന്ന് സ്റ്റൈൽ നോക്കണമല്ലോ. അപ്പം മമ്മീൻ്റെ കൂടെ കൂടി. പിന്നെ മമ്മക്ക് ഫ്രൂട്ട്സ് മേടിക്കാഞ്ഞിട്ട് ചില സമയത്തൊക്കെ ഫ്രൂട്ട്സ് മേടിച്ച് ഇവിടെ വെക്കാറാണ്, പ്രത്യേകിച്ച് കഴിക്കാറൊന്നുമില്ല. അപ്പം മമ്മനെ ഞാൻ ഭീഷണിപ്പെടുത്തും, മേടിക്കണ്ട അവിടെ വെച്ചോളിയും പറഞ്ഞിട്ട്. അതാണ് ഇപ്പം നോർമൽ കാപ്പിപ്പൊടി. ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടിക്ക് നല്ല പൈസയാണ്. നീ എക്സ്പെക്ട് ചെയ്യണ പോലെ ഒന്നുമല്ല ഇതിൻ്റെ വില. അത്യാവശ്യം നല്ല വില ഉണ്ട്. ദാറ്റ് മീൻസ് ഈ നെസ്കഫെ നമുക്ക് നോക്കി വെക്കാം. നെസ്കഫേൻ്റെ വില എത്രയെന്നറിയോ? 385, 385. ഇത് 270. അത് ഇൻസ്റ്റൻ്റ് ആണോ നോക്കി നോക്ക്. അത് ഇൻസ്റ്റൻ്റ് അല്ല, ഇൻസ്റ്റൻ്റ് ആണ്. എന്നാൽ എടുക്ക്. അത് എത്രയേ ഉള്ളൂ. അത് കാണുമ്പോൾ നമുക്കത് കുടിക്കാൻ തോന്നുന്നു. കുടിക്കാൻ തോന്നുന്നു. എന്നാൽ നീ വാങ്ങിച്ചോ. ഇല്ല എന്തായാലും ഇത്രയൊക്കെ വാങ്ങിക്കുന്നില്ല, അപ്പോൾ അത് വാങ്ങിക്കും. ഇനി ആ ബ്രൂവിൻ്റെ ആ സാധാരണ കളിപൊടിയൊക്കെ അത് സാധാരണ അല്ലേ? ഓക്കെ ഇൻസ്റ്റൻ്റാ. ഈ ചാറ്റിൻ്റെ ഇതെന്താ ഫിൽറ്റർ കോഫി ഇത് വാങ്ങിക്കാം. ഫിൽറ്റർ കോഫി എന്താണ് ഈ ഗുഡ് ഡേ കാണുമ്പോൾ പണ്ട് ഞാൻ ന്യൂമോണിയ കൊടുക്കുന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടത് ഓർമ്മ വരുന്നത്. ആ ഓർമ്മ പുതുക്കാനാണ് അത്. ഇവിടെ അല്ലാതെ ഇളകാതെ എടുത്തോ. എടി ഇന്നോളെ കുടുംബം തറവാട് അവിടെ അത്രക്കും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എടുത്തോ, ഒരെണ്ണല്ലേ എടുത്തോ. ഒന്നാടെ വെച്ചത് എടുക്കാൻ ഉദ്ദേശിച്ചത്. അത് മതിയോ? ഇത് മതിയോ? ഇത് മതിയോ? ഇനി മറ്റേത് വേണ്ട, ഇപ്പി വേണ്ട. എന്താ എനിക്ക് വേണ്ടി വരില്ലേ? ഞങ്ങളൊക്കെ അതിൻ്റെ ആളാണ്. ആണോ? പിന്നെ മാഗി മേടിച്ചാൽ മാഗി വേണ്ട, ഇഷ്ടല്ല. ഏതാണത്? സ്ക്വിഡ് നടക്കരുത്. ഗ്ലൗസിൽ സ്മോൾ ഇരിക്കാൻ നോക്കിയാ. ഗ്ലൗസ് ഞാൻ വാങ്ങിക്കുന്ന സ്ഥലങ്ങൾ ഇതാണ്. ഇത് മേടിച്ചാൽ നമുക്ക് കൈമ സോപ്പാവില്ല. ഐഡിയ അതൊക്കെ ഐഡിയ ഉപയോഗിക്കണ്ട. എല്ലാവരും കൊണ്ടുപോയാ എനിക്കൊരു ഗ്ലൗസ് ആരും ബാക്കി വെച്ചിട്ടില്ല. ഇല്ല, എനിക്ക് ഗ്ലൗസ് ഇല്ല. യു ഡോണ്ട് ഹാവ് ഗ്ലൗസ്. ഇത് ബ്ലാക്ക് ഗ്ലൗസ് ഇട്ടാൽ മതി. വീഡിയോയിൽ മമ്മല്ലേ പറഞ്ഞേ ബ്ലാക്ക് ഗ്ലൗസ് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. മമ്മ എനിക്കൊരു ജോൺസൺസ് ബേബിൻ്റെ ഓയിൽ, കുട്ടികളെ മണം ഉണ്ടാവും. പ്ലീസ്. അല്ലെങ്കിൽ കുട്ടികളുടെ ഷാമ്പു, കുട്ടികളുടെ സോപ്പ്. അല്ലേ കുട്ടികളെ മണല്ലേ ഉണ്ടാവുക? പണ്ടത്തെ മണം ഉണ്ടാവും. സൺസ്ക്രീൻ വയറിലായി. എനിക്ക് കുറേ സൺസ്ക്രീൻ ഉണ്ട് ഇവിടെ. പണ്ട് കളിക്കുടുക്ക് വാങ്ങിച്ചിട്ടേ ഇതൊന്ന് വായിക്കുന്നോ പറഞ്ഞിട്ടേ ഞാൻ എന്നെ കുറേ നിർബന്ധിച്ചതാണ്. എന്നിട്ട് അന്ന് വായിച്ചിട്ടില്ല. ഞാൻ ഇപ്പം വായിച്ചിട്ട് വരാം. വരവേൽ ഇപ്പോഴും കുട്ടൂസിന്റെ മായവിക്ക് ഉണ്ടെന്നാവോ? മറ്റേ സൂത്രനുണ്ട്. മായവിണ്ടോ? നോക്കട്ടെ. മായവിണ്ട്. പ്രാവശ്യം മറ്റേ രാജനാഥ് ഇങ്ങനെ രക്ഷപ്പെട്ടെന്നാവല്ലേ? 25 രൂപ ഇതിന്. അപ്പം കളിക്കൊടുക്കോ 25 രൂപ. എന്നാലും ഇതൊക്കെ വായിക്കുന്നാവും വാങ്ങിച്ചോട്ടുണ്ടെങ്കിൽ. എന്നാ വേറെ പാലങ്ങള് എന്തിനാ എനിക്കത്?
ഉണ്ടാക്കുന്നുണ്ടല്ലോ വെരി ഗുഡ്. എന്ത് വെരി ഗുഡ്? നമ്മളെടുത്തിട്ട് വെച്ചേക്കും. നെക്സ്റ്റ് ഒരു പാലം. ഏത് പാലം? ഇതോ എന്നാ വാങ്ങിച്ചു നോക്ക്. ഇത് മേടിച്ചപ്പോൾ ചെറുത് വരക്കുണ്ടായും കാട്ട്. ചെറുത് വാങ്ങിക്കണം. അപ്പോൾ ചെറുത് കൊണ്ട് വലുതും വാങ്ങിക്കാം, ചെറുതും വരയ്ക്കാം. ഏത്? ഗോൾഡനും ബ്ലാക്കും എടുത്തിട്ടുള്ളൂ, വൈറ്റ് വേണം. നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോറി, ഇതല്ല ബാക്കിയുള്ളത് കേട്ടോ. നമ്മൾ മനസ്സിലൊരു പ്ലാൻ കണ്ടിട്ടുണ്ട്, അതേപോലെ ഞാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വയ്ക്കണം. പക്ഷെ എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് ഈ എഴുത്ത് കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ ഞാൻ സ്റ്റൈൽ എങ്ങനെ എഴുതും ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കിയൊന്നും എനിക്ക് വിഷയം എന്തെങ്കിലും കാട്ടി നമുക്ക് ഈദ് മുബാറക്ക് അടിപൊളിയാക്കണം. പിന്നെ ഇനി മമ്മൻ്റെ കലാപരിപാടികളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കെന്താ ബിസ്ക്കറ്റ് കണ്ട അവിടെ പോവുക, മുട്ടായി കണ്ട അവിടെ പോവുക, നൂഡിൽസ് കണ്ട അങ്ങോട്ട് പോവുക. മമ്മ ഈ അച്ചപ്പത്തിന് സാധനം മേടിക്കാൻ വന്നിട്ട് ഇതിന് വേറെ ഷേപ്പ് ഉണ്ടോ, വേറെ സൈസ് ഉണ്ടോ, ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കണം. മൂപ്പരാൾ പറഞ്ഞു ഇത് എല്ലാ മറ്റേ പാക്കറ്റിൽ കിട്ടുന്ന ആ അച്ചപ്പത്തിൻ്റെ സൈസുള്ള സാധനമാണെന്ന് പറഞ്ഞിട്ട് മമ്മനെ മെല്ലണ്ട് ഒഴിവാക്കി. പിന്നെ മമ്മ ഗ്ലാസ് നോക്കുന്നു, പാത്രം നോക്കുന്നു. ഇത് മമ്മ ടവൽ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ഈ കിച്ചണിൽ സാധനങ്ങളൊക്കെ പിടിക്കുമല്ലോ ചൂടുള്ളത്, അതിന് വേണ്ട ടവൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പിന്നെ ഞങ്ങൾ എപ്പോഴും മേടിക്കാറുള്ള ടവലാണല്ലോ, അത് മാറ്റാനായിട്ടില്ല. അതുകൊണ്ട് അമ്മ തിരിച്ചെടുത്ത് വെക്കണം നിരാശയായിട്ട്. മറ്റേ പിടിക്കുന്ന ടവൽ അധികം കിട്ടിയില്ല. പിന്നെ അങ്ങോട്ട് ബില്ല് നോക്കണ പരിപാടിയിലായിരുന്നു. ഇതിങ്ങനെ സാധനം ബില്ലിങ്ങനെ കയറി വരുമ്പോൾ ടെൻഷനായിട്ടേ, അല്ല എനിക്കല്ല ടെൻഷൻ, എനിക്കെന്താ ടെൻഷൻ, എനിക്ക് വെറുതെ നിന്നാൽ മതിയല്ലോ, പൈസ കൊടുക്കണ മമ്മയാണല്ലോ. മമ്മക്ക് ടെൻഷൻ, മമ്മനെ ടെൻഷൻ കാണുമ്പോൾ എനിക്കൊരു ടെൻഷൻ, അത്രേ ഉള്ളൂ. അങ്ങനെ പിന്നെ ബില്ല് കൊടുത്ത് മമ്മ സഹായിച്ചു. എന്നാൽ പിന്നെ സാധനം എടുത്ത് വെച്ച് ഞാൻ സഹായിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനാണ് ഓട്ടോക്ക് എല്ലാ സാധനങ്ങളും എടുത്ത് വെക്കണം കേട്ടോ. ആണായിട്ടും പെണ്ണായിട്ടും ഞാനല്ലേ ഉള്ളൂ. വീട്ടിലത്തെ ഏകദേശം ഒരു ആൺകുട്ടികൾ എങ്ങനെയാണ് ഉണ്ടാവുക ആ രീതിക്കാണ് മമ്മനെ വളർത്തിക്കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ വലിയ ആരോഗ്യം കുറവാട്ടോ, നോമ്പായ കാരണം കൊണ്ട് 2 എടുത്തിട്ട് മെയിൻ ആവാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ നടന്നില്ല. പിന്നെ ജാംജൂമെന്ന് മേടിക്കാത്ത കുറച്ച് സാധനങ്ങൾ പുറത്തുനിന്ന് മേടിക്കാണ്ടായിരുന്നു കേട്ടോ. മുട്ട മേടിക്കാണ്ടായിരുന്നു, അങ്ങനെ മുട്ട പോയി മേടിച്ചു. പിന്നെ മീൻ മേടിക്കാണ്ടായിരുന്നു, പച്ചക്കറി മേടിക്കാണ്ടായിരുന്നു, അതൊക്കെ മേടിച്ച് നേരെ വീട്ടിൽ. അല്ലാതെ ഞാൻ ഒറ്റക്ക് വീട്ടിലേക്ക് പോവാണ്, മമ്മ പരാഗിൽ പോവാണ്. ഞാൻ പരാഗിൽ പോകില്ല, കാരണം അവിടെ പോയി എന്തായാലും 1 മണിക്കൂർ പിടിക്കുന്ന അറിയാം. അപ്പോൾ പക്ഷേ ഒരു ബുദ്ധിമുട്ടുണ്ട്, കാരണം ആ മേടിച്ച സാധനങ്ങൾ മൊത്തം ഞാൻ നേരെ ഒറ്റയ്ക്ക് സായ്പണ്ട് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ മമ്മനെ പരാഗിൽ ഇറക്കി വിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോന്നു. ഞാൻ നേരെ പോന്നു. അങ്ങനെ അപ്പാർട്ട്മെൻറ്റിലെത്തി. ഞാൻ ഈ സാധനങ്ങളൊക്കെ കൂടി കണ്ട് ഞാൻ എങ്ങനെ കൂടി ഒറ്റയ്ക്ക് മേലക്ക് കൊണ്ടൊക്കെ ആലോചിച്ചിരിക്കുന്നു. പിന്നെ അവിടെ ഇറങ്ങിയിട്ട് വേഗം സാധനങ്ങളൊക്കെ മേലക്ക് എടുത്ത് വെച്ചു. ആ നേരത്തെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സായ്മോന് വേഗം അടിയിലേക്ക് വന്നു ഓട്ടോൻ്റെ സൗണ്ട് കേട്ടപ്പോൾ. അപ്പോൾ അടിയിൽ ആൻറ്റോയും കുഞ്ഞാവിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ സാധനങ്ങൾ എടുത്ത് വെച്ചൊന്നിട്ടിരിക്കട്ടെ, ഞങ്ങൾ എല്ലാവരും മേലക്കിട്ട് കൊടുന്ന് വെച്ചു. അപ്പം ഞാൻ കൊടുന്ന സാധനങ്ങളൊക്കെ ഉള്ളിലേക്ക് എടുത്തേക്കണം. ഇങ്ങോട്ട് മേലക്ക് എടുത്തപ്പം തന്നെ പകുതി മുക്കാൽ ജീവൻ പിടിക്കും. എവിടെ അമ്മ കുറച്ചായിട്ട് വരുള്ളൂ, അപ്പം അതിന് മുന്നേ സാധനം ഉള്ളിലേക്ക് എടുത്തേക്കണം. അങ്ങനെ നോമ്പ് തുറക്കുന്ന ടൈം കഴിഞ്ഞിട്ടാട്ടോ വീട്ടിലേക്ക് എത്തിയത്. സാധനങ്ങൾ എടുത്ത് വെക്കാൻ നമുക്കൊരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാ സാധനങ്ങളും വേഗം എടുത്തുകൊണ്ടിരിക്കുകയാണ്. സായ്മുള്ള കാരണം കൊണ്ട് പിന്നെയും കുഴപ്പമില്ല. ഓന് മിക്ക സാധനങ്ങളും എടുത്ത് വെച്ച് തരുന്ന കാരണം കൊണ്ട് എനിക്കങ്ങനെ വലിയ ഭാരം എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അങ്ങനെ ഞാൻ വേഗം എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ച് ഡോറൊക്കെ ലോക്ക് ചെയ്തതിന് ശേഷം വേഗം പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചപ്പോൾ അവർ സമാധാനമായത്. അയ്യോ, ഇപ്പോഴാണ് സമാധാനമായത്. ഞാൻ ഇനി ഡ്രസ്സൊക്കെ മാറ്റി വരട്ടെ, എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം. കഴിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ട് ഈ സാധനങ്ങളൊക്കെ എടുത്തു വെക്കണം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പെരുന്നാളിന് മുന്നേ കുറച്ച് DIYs ചെയ്യാനുണ്ട്. പെരുന്നാൾ കുറച്ച് ക്രിയേറ്റിവിറ്റി വേണ്ട. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പേപ്പേഴ്സൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്യാണ്ട് സ്റ്റെപ്പായിട്ട്. അപ്പോൾ ഇത് അടുത്ത ആവാറായില്ല പെരുന്നാൾ. അപ്പോൾ ഇനി പെരുന്നാൾ തലം ചെയ്യാമെന്ന് വെച്ചിരുന്നാൽ ഒന്നിനും സമയം ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ കുറച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം ഇനി കുളിച്ച് മാറ്റി വന്നിട്ട് വേണം ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരു ഭാഗത്ത് ഇരിക്കാനും മാത്രമല്ല എനിക്ക് പഠിക്കാനിരിക്കണം. കാരണം എനിക്ക് എക്സാമാണ് വരാൻ പോകുന്നത്. പെരുന്നാൾ കഴിഞ്ഞാൽ പിറ്റേ ദിവസവും അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ എനിക്ക് എക്സാം ഉണ്ടാവുക. അപ്പോൾ പഠിക്കാനിരിക്കാണ്ട് കേസ് കുളിച്ചിട്ട് വരാം. അപ്പോൾ ഒന്ന് കിടന്ന് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്ത് കുളിയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ വന്നിക്കിടുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ടേബിൾ വന്ന് മുട്ട എടുത്ത് മാറ്റി വെച്ചു. കാരണം ഞാൻ കട മുതൽ വീട് വരെ പൊട്ടിക്കാതെ കൊടുത്ത മുട്ട ഇവിടെ വെച്ച് പൊട്ടിയാൽ എനിക്ക് അത്ര ഇഷ്ടപ്പെടില്ലല്ലോ. അങ്ങനെ അതൊക്കെ കൊണ്ടുവച്ചതിന് ശേഷം ഞാൻ കവറിന്ന് ഓരോ സാധനങ്ങളായിട്ട് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എടുത്തൊക്കെ നമുക്ക് ബോറടിക്കുമല്ലോ. ബോറടിക്കാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്തു, ഞാൻ തൊട്ടപ്പുറത്ത് പാട്ട് വെച്ചു. പാട്ട് കേട്ട് ഞാൻ അങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഈ കവർത്ത സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുമ്പോഴാണ് അമ്മ എത്രത്തോളം സാധനങ്ങളൊക്കെ മേടിച്ചിരുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മ വന്നത്. ഈ വാട്ടർ മെലൻ ഹാഫായി മോസ്റ്റ് മേടിച്ച് കേട്ടോ. മറ്റേത് ഫ്രിഡ്ജിൽ ഒന്നാകെ വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല, അതുകൊണ്ട് ഹാഫായിട്ട് മേടിച്ചിരിക്കണത്.
പിന്നെ നമ്മൾ പറയില്ലേ ഈദിന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ആ കവറിലായിട്ടിരിക്കുന്നത്. പിന്നെ ബാലരമ എന്നും എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. പണ്ടൊക്കെ വായിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ഇടങ്ങേറായിട്ടാണ് വായിച്ചിരുന്നത്. കാരണം മമ്മ അത് വായിക്കും മലയാളം വായിക്കണം നേരാവാൻ വേണ്ടിയിട്ട് അത് വായിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ബാലരമയും കളിക്കുടിക്കൊക്കെ മേടിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഓക്കെ അതൊരു എൻ്റർടൈൻമെൻറ്റിന് വായിക്കുന്ന സംഭവമാണല്ലോ എന്നുള്ള കാര്യം അന്തം വെച്ചിട്ട് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അതാത് സ്ഥലത്ത് വേഗം കൊണ്ടുപോയി എടുത്തേക്കട്ടെ. ഗൈസ്, എന്നെക്കാട്ടിക്കും വലിയ കോടീശ്വരനാണ് ഇപ്പോൾ എൻ്റെ അനിയൻ. ആ പൈസ ഒന്ന് കാണിച്ചു കൊടുത്താൽ വേഗം കാണിച്ചു കൊടുക്ക്. ഇങ്ങനെ കേട്ടോ, എന്നെക്കാട്ടിക്കും വലിയ കോടീശ്വരനാണ് ഇപ്പോൾ ബന്. അവിടെ ഒരു 500 രൂപ കടം തരുമോ? ഒരു 10 രൂപ. അപ്പോൾ ഇനി കടം നമുക്ക് സായിമോട് ചോദിച്ചാൽ മതി. പൈസക്ക് എന്തെങ്കിലും അത്യാവശ്യം മമ്മ വരെ ഇപ്പോൾ സായിമോട് ചോദിക്കേണ്ട അവസ്ഥ. മമ്മ എനിക്ക് 1000 രൂപയെ കൊടുത്തിക്കണത്. ഇത് എന്താ എനിക്ക് മണം പറ്റില്ല അല്ലേ? സ്പ്രേ അടിച്ചാലോ ഒന്ന്. എനിക്ക് പൈസക്ക് വരെ അപ്പം നല്ല മണം വേണം. പൈസ കിട്ടിയതും പോലെ ഞാൻ മണപ്പിക്കും കൂടി വേണമെന്നോ പറഞ്ഞത്. അപ്പം നമ്മൾ ഇല്ല കുഴപ്പമില്ല, സ്പ്രേ അടിച്ചോ. ഓ മണപ്പിച്ചടക്കട്ടെ. അപ്പോൾ പിന്നെ ഞാൻ ഇനി കാണിച്ചാൽ നാക്ക് കൊടുക്കുന്നു. അപ്പം ഞാൻ ഇനി കാണിക്കാൻ പോണ എന്താന്ന് വെച്ചാൽ നമ്മൾ മമ്മ ആഗ്രഹത്തോടും സ്വപ്നം സാഫല്യമാക്കാൻ മലയാളം വേണ്ട മാറ്റി പിടിക്കാം. മമ്മൻ്റെ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി മമ്മ മേടിച്ചൊരു ജഗ്ഗാണ് ഗൈസ് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോണത്. ഇളകി പേടിപ്പിക്കുന്നില്ലേ? കണ്ടോ, രണ്ടായി. ഇതെങ്ങാണ് എൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയാൽ മമ്മ എന്തെല്ലാം അറിയോ? അനക്ക് അജ്ജത്തറോ പറഞ്ഞാൽ മതിയല്ലോ, ബാക്കിയൊക്കെ ഞാനല്ലേ എന്ന് പറയും. അത് സത്യം ശരി തന്നെയാണ്. അല്ല, സത്യമായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം കയ്യിൽ നിന്ന് നമുക്കൊന്നും പറയാമല്ലോ, നമ്മൾ അജ്ജത്തറ പറയും, ബാക്കി നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ ഇത് അവിടെ തന്നെ വെക്കട്ടെ, അല്ലെങ്കിൽ ഈ പ്രശ്നമാണ്. ഇത് മാത്രമല്ല, വിത്ത് 3 ഗ്ലാസ്. അപ്പം സായ്മോ ചോദിക്കുന്നത് ആർക്ക് കുടിക്കാനാണെന്ന്. ആകെ 3 ആൾക്കാരെ ഇവിടെ ഉള്ളൂ. ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. പറഞ്ഞ കാര്യത്തിൽ ചെറിയൊരു ശരിയുണ്ട്. കാരണം ഞങ്ങൾ വളാഞ്ചേരിയിൽ ഒക്കെ ആവുന്ന സമയത്ത് ഞങ്ങൾ സ്റ്റീൽ പാത്രമൊക്കെ ഉപയോഗിക്കും, ഗ്ലാസിൻ്റെ പാത്രമൊക്കെ അവിടെ എടുത്തേക്കും, വിരുന്നേരം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പക്ഷെ ഇവിടെ വന്നിട്ട് അങ്ങനെയല്ല ഉണ്ടായിരുന്നത്. എന്നാലും ഓൻ്റെ ചിന്താഗതി മാറിയിട്ടില്ല. എന്തായിക്കോട്ടെ. അപ്പം ഞങ്ങൾ ഇനി മുതൽ ചായ ഇതിലാണ് കുടിക്കാൻ പോകുന്നത്. ഞങ്ങൾ ഇനി കുറച്ച് പരിഷ്കാരം തുടങ്ങാൻ പോകണം. ഈ കപ്പും സോസറും അല്ല, ജഗ്ഗും കപ്പും ഈ ടേബിളിൽ നിന്ന് മാറ്റരുത് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും വരുമ്പോൾ അത് കാണണം, എല്ലാവരും കാണണം. അപ്പോൾ കപ്പും ജഗ്ഗും കാണിച്ചെന്നില്ലേ. ഇനി അടുത്തത് നമുക്ക് സായ്മോനൊന്ന് പോയി നോക്കി നോക്കാം, മണപ്പിക്കാൻ വേണ്ടി എന്താ കാട്ടുന്നത്. മച്ചു, മണപ്പിക്കാൻ എന്താ പറ്റി കാട്ടാൻ പോണത്? എടാ സ്പ്രേ അടിച്ചാ മതി. സ്പ്രേ മതിടാ. മാഷാ അല്ലാ, എന്താ പോന്റെ ബുദ്ധി. തല വെയിലത്തൊന്നും കാണിക്കല്ലേ ഏട്ടാ. ബുദ്ധിക്ക് എന്തെങ്കിലും പറ്റുള്ളൂ. ആ, അടിപൊളി. അപ്പൊ നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. അതായത് എനിക്ക് കുറച്ച് നേരം ഇനി വെറുതെ ഇരിക്കണം, അല്ലെങ്കിൽ പഠിക്കണം. 500 കുറേ മണം പറഞ്ഞിട്ട് പൗഡർ കൂട്ടിയിട്ടിക്കണ്. എന്തൊക്കെ കൂടെ കാട്ടാൻ പോകുന്നതാവാം. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അതായത് ദോശയും ചട്നി ഉണ്ടാക്കാണ്ട്. ആ ഒരു ഗുമ്മൊക്കെ ദോശയും ചട്നീൻ്റെയും. അപ്പോൾ അതുണ്ടാക്കാണ്ട്. അപ്പോൾ ദോശയും ചട്നിയും ഉണ്ടാക്കണ വരേക്കും നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ പഠിക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം അല്ലേ. ബാക്കി അടുത്ത് പിന്നെ ഗൈസ്. അങ്ങനെ വീണ്ടും റെസ്റ്റ് എടുത്തതിന് ശേഷം അടുത്ത പണിക്ക് ഇറങ്ങി. അടുത്ത പിന്നെ കിച്ചണിലായിരുന്നു. ഇത് മാവ് ഞങ്ങൾ ജാംജുമെന്ന് ബാറ്റർ മേടിക്കുക ചെയ്തിരിക്കുന്നു കേട്ടോ. അങ്ങനെ മേടിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ബാറ്റർ മേടിച്ചുണ്ടാക്കണം ദോശ. ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വരും ചെയ്യും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പുറത്തുനിന്ന് ബാറ്റർ മേടിച്ച് പിന്നെ വീട്ടിൽ നിന്നുള്ള ബാറ്ററിക്ക് അധികം ഇഷ്ടപ്പെടാറില്ല. ഈ വീഡിയോ മമ്മ കാണുമ്പോഴാക്കാരം ഇനി ദോശ ഉണ്ടാക്കി തരില്ല എന്ന് പറയണത് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, പറയണ്ട നമ്മൾ. അപ്പോൾ നമ്മൾ ബാറ്ററൊക്കെ മേടിച്ച് ദോശയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണം? ചട്നി വേണം. അപ്പോൾ ചട്നി ഉണ്ടാക്കണമല്ലോ അപ്പുറത്ത്. അപ്പോൾ ഞാൻ നല്ല ക്രിസ്പി ദോശ ഉണ്ടാക്കണത്. സത്യം പറഞ്ഞാൽ ക്രിസ്പി ദോശ ഞാൻ ഉണ്ടാക്കണമല്ല, അങ്ങനെ ആയി പോണതാണ്. എന്നാലും നമ്മൾ എന്ത് പറയും? ക്രിസ്പി ദോശ. അങ്ങനെ പിന്നെ അപ്പുറത്ത് ചട്നി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. എനിക്ക് എത്രയൊക്കെ ഞാൻ കറി ഉണ്ടാക്കിയെന്നുണ്ടെങ്കിലും ഈ കടുക് പൊട്ടിക്കണ സംഭവം എനിക്ക് ഇപ്പോഴും പേടിയാണ്. കാരണം ഞാൻ തീ കുറക്കാൻ മറക്കും. തീ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടാണ് കടുക് പൊട്ടിക്കാൻ വെക്കുക. മിക്കവാറും ചട്ടിയിൽ നോക്കുമ്പോൾ കടുകൊന്നും ഉണ്ടാവില്ല, കടുകൊക്കെ പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് പോയിണ്ടാവും. ആ അവസ്ഥയിലെ കാരണം ഞാൻ ചിലപ്പോൾ വറവിടുണ്ടാവുക അല്ലെങ്കിൽ കറി ഉണ്ടാക്കുന്നുണ്ടാവുക കേട്ടോ. ഇങ്ങനെ ചില മണ്ടത്തരങ്ങൾ കാരണം കൊണ്ടാണ് എൻ്റെ കൈ എപ്പോഴും പൊള്ളാർക്ക്. മിക്കവാറും സമയത്ത് പൊള്ളലുകൾ ഏൽക്കാറുണ്ട്. അങ്ങനെ പിന്നെ മിക്സിയിൽ അരച്ച് വെച്ച തേങ്ങ ഞാൻ നേരെ ചട്ടിക്ക് എടുത്ത് ഒഴിച്ചു. അങ്ങനെയൊക്കെയാണല്ലോ ചട്നി ഉണ്ടാക്കുക. എല്ലാവർക്കും അറിയണ കാര്യമാണല്ലോ, വെരി സിമ്പിളാണല്ലോ ചട്നി ഉണ്ടാക്കാണ്ട്. പക്ഷേ ഇതിലേറ്റവും എനിക്ക് ഇഷ്ടമില്ലാത്ത പണി തേങ്ങ ചിരവലാണ്. ഈ തേങ്ങ ചിരവൽ ഒഴിച്ചാൽ ബാക്കി ചട്നി ഉണ്ടാക്കണമെന്നൊക്കെ വെരി സിമ്പിൾ കാര്യമാണ്. ഇപ്പോൾ കൂടി ഞാൻ തീ കുറക്കാതെയാണ് ആ തേങ്ങൻ്റെ സാധനം വെച്ചത്. അതാണ് ഇത്ര പൊട്ടിത്തെറി ഉണ്ടാവണത്. എന്തോ ചെയ്യുമെന്ന് പറ.
അങ്ങനെ പിന്നെ ടേബിൾ മക്ക് ഞാൻ തന്നെ ഒക്കെ കൊടുന്ന് വെക്കും. എനിക്ക് കുക്കിംഗ് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നമല്ല, എൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആരും കിച്ചണിക്ക് വരുന്നത് ഇഷ്ടമല്ല. പിന്നെ ഞാൻ എല്ലാം ടേബിൾമ സെറ്റാക്കി വെച്ചിട്ട് ആൾക്കാരൊക്കെ വിളിക്കുള്ളൂ കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു ശീലമുണ്ട്. അതുകൊണ്ട് തന്നെ മമ്മ ഇപ്പം അടുത്താണ് എന്നോട് ഇങ്ങനെ നെക്കിന് സത്യം ഞാൻ എന്നോട് പറയണത്. അതെന്ന് വെച്ചാൽ ശ്രദ്ധിച്ചിട്ടില്ല. എനിക്ക് വെക്കേഷൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 4-5 ദിവസമായി. ഈ 4-5 ദിവസം മമ്മ കിച്ചണിൽ കയറിയിട്ടില്ല. ഞാൻ അത്രേ കയറിയത്. അപ്പോൾ പിന്നെ ആലോചിച്ചപ്പോഴാണ് ശരിയാണല്ലോ, ഞാനാണല്ലോ കിച്ചണിൽ കയറിയിരുന്നത്, മമ്മ കയറിയിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് അപ്പോഴാണ് ബോധം ഉദിച്ചത്. എന്തായാലും എന്താ, മമ്മയ്ക്ക് എന്നെ കിട്ടിയാൽ മമ്മ എന്തോ പുണ്യം ചെയ്തിരിക്കണം കഴിഞ്ഞ ജന്മത്തിൽ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പടുത്ത് നമുക്ക് ചട്നിയും ദോശയും കൂടി ടേസ്റ്റ് ചെയ്ത് വെക്കാം. എൻ്റെ ദോശ ആയതുകൊണ്ട് പറയില്ല, ദോശ അടിപൊളിയെന്ന്. കാരണം ഞാൻ നെയ്യിൻ്റെ കുപ്പി മറിച്ചിട്ടിരിക്കുന്നു. ആ നെയ്യ് റോസ്റ്റിൻ്റെ ചുവ വരുന്നുണ്ടെങ്കിൽ നെയ്യിൻ്റെ ചുവ വരണ്ടേ. അങ്ങനെ മമ്മി പറഞ്ഞ അടിപൊളിയാണെന്ന്. അങ്ങനെ ചട്നിയും കൂടി കൂട്ടി കഴിച്ചപ്പോൾ എന്തൊരു ടേസ്റ്റ് അറിയോ. അങ്ങനെ അന്നത്തെ ഫുഡ് റാഹത്തായി. അപ്പം ഞങ്ങൾ ചായ കുടിക്കലും ദോശ കഴിച്ച് കഴിഞ്ഞു. പിന്നെ കിച്ചൺ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ കെടുക്കാൻ വന്നിക്കാണ്. ഞാനിവിടെ അടിയിലും സായ്മ മേലെയാണ് കെടുക്കാറ്. അപ്പം നമുക്കിനി കെടുക്കാൻ പോവാം അല്ലേ. അപ്പം എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. ഞാനും അപ്പം എല്ലാവരും നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവരും കാണുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ടാറ്റാ.